നമസ്കാരം, ഞാൻ ഡോക്ടർ നയനാരാജ്. ഇത്തവണ വേനൽ കനക്കുകയാണ് അല്ലേ? ഈ ഒരു ചൂടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ചൂടുകുരു അഥവാ പ്രിക്ലി ഹീറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന അമിതമായ ചൂടും ഹ്യൂമിഡിറ്റിയും കാരണം നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് അഥവാ സ്വേദഗ്രന്ഥികളിൽ നിന്ന് അമിതമായി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ഇതും മൃതകോശങ്ങളും ചേർന്ന് അടിഞ്ഞുകൂടി അവിടെ നിന്നാണ് ചൂടുകുരു ഉണ്ടാവുന്നത്. ഇനി ചൂടുകുരുവിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാമെന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് കഴുത്തിൽ, നെഞ്ചത്ത്, പുറത്ത്, മുഖത്ത് എന്നീ ഭാഗങ്ങളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇത് തന്നെ ചെറിയ കുരുക്കളായി തരിതരി പോലെ ശരീരം ആകമാനം സ്പ്രെഡ് ആവാറുണ്ട്. ഇതോടൊപ്പം ഉണ്ടാകുന്ന അസഹ്യമായ ചൊറിച്ചിലും ചുട്ടുപൊകച്ചിലും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതോടൊപ്പം തന്നെ ഇതിന് ചുറ്റുമുള്ള ചർമ്മത്തിലും ചെറിയൊരു ചുവപ്പ് നിറം കാണുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ചൂടുകുരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അമിതമായ ചൂടിൽ പോളിസ്റ്റർ അല്ലെങ്കിൽ നൈലോൺ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ചൂട് പുറത്തു പോകാതിരിക്കുകയും ഇതുമൂലം അമിതമായ വിയർപ്പ് ഉൽപ്പാദിപ്പിച്ച് അത് അടഞ്ഞു പോവുകയും ചൂടുകുരു വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനായി വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അമിതമായ വണ്ണമുള്ള ആളുകൾക്കും ഇതുപോലെ വിയർപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ചൂടുകുരു വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ ഒരു ചൂടുകുരുവിൽ നമ്മൾ അമിതമായി മിക്ക ആളുകളും ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നതായി കാണാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് അമിതമായി അടഞ്ഞു പോകുന്നതിനും അതോടൊപ്പം തന്നെ ഇത് പിന്നീട് ഫോളിക്കുലൈറ്റിസ് പോലുള്ള ചെറിയ പഴുപ്പോട് കൂടിയുള്ള കുരുക്കളായി മാറാനുള്ള ഒരു സാധ്യത, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു സാധ്യതയും കൂടി ഇതോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെറിയൊരു അസുഖമാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി ഈ ഒരു ചൂടുകുരു അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ് നമുക്ക് എങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ആഹാരപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനായി വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഡീഹൈഡ്രേഷൻ വളരെ കോമൺ ആണ്. അപ്പം അതുമൂലം ചൂടുകുരു മാത്രമല്ല, ഇതോടൊപ്പം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം ജലാംശമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാനീയം കുടിക്കുന്നതിന് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു രീതിയിലുള്ള ചൂടുകുരു നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അപ്പം അതിനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായിട്ടുള്ള ചുട്ടുപൊകച്ചിലും അസഹ്യമായ ചൊറിച്ചിലൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് രാമച്ചം നമുക്ക് ശുദ്ധജലത്തിൽ അരച്ച് നമുക്ക് ആ റാഷസിന് മുകളിലായി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാനായി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മല്ലി ഇതേപോലെ ശുദ്ധജലത്തിൽ അരച്ച് നമുക്ക് ഈ ഒരു റാഷസിന് മുകളിലായി പുരട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. മറ്റൊന്നാണ് കറുത്ത എള്ള് വറുത്ത് പൊടിച്ച് നമ്മൾ പാലിലരച്ച് ഇതേപോലെ നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് നമുക്കൊരു അല്പസമയത്തിന് ശേഷം കഴുകി കളയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ റാഷസിന് മുകളിലായി ഈ ഒരു പുകച്ചിലൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൈര് പുരട്ടിയിടുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് നമ്മുടെ ത്രിഫല ചൂർണം. നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു ചൂടുകുരുവിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്കിടെ മുഖം മാന്തുന്നത് പോലെ അല്ലെങ്കിൽ ശരീരം ഒട്ടാകെ ഈ ഒരു ചുട്ടുപുകച്ചിൽ കാരണം കുട്ടികൾ എപ്പോഴും വാശിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ത്രിഫല ചൂർണം. ത്രിഫല ചൂർണം എന്ന് പറയുന്നത് കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്നുള്ളത് 1:1 എന്ന റേഷ്യോയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഔഷധക്കൂട്ടാണ്. ഇത് 2-3 ടീസ്പൂൺ 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് ഒരു മൺകൂജയിലാക്കി വെക്കുക. ശേഷം ഇതിടയ്ക്കിടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഈ ഒരു കഷായത്തിൽ മുക്കി പിഴിഞ്ഞ് നമുക്ക് ശരീരം ഒട്ടാകെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്കുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുന്നതിനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഇനി പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, തേങ്ങാപ്പാലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തേങ്ങാപ്പാൽ എത്രമാത്രം ചൂടുകുരുവിൽ എഫക്റ്റീവ് ആണ് എന്നുള്ളത്. അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിത്തിൻ 3 days നമുക്ക് ഈ ഒരു ചൂടുകുരു കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറ്റിയെടുക്കാനായി സാധിക്കുന്നതാണ്. മറ്റൊന്നുമല്ല, തേങ്ങാപ്പാലിൽ അല്പം ചന്ദനം അരച്ച് ചേർക്കുക.
ഇത് ദേഹമൊട്ടാകെ പുരട്ടി തലോടി ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി കളയുകയാണ്. നമുക്കത് ചെറുപയറോ കടലമാവോ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാനായി സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ തേങ്ങാപ്പാൽ വളരെ നറിഷിംഗ് ആണ്, സ്കിൻ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ മാറ്റിയെടുക്കാനായി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രധാരണമൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കുന്നതിനും അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിനും നമുക്ക് വളരെ എഫക്റ്റീവാണ്. സോ ബി ഹെൽത്തി ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.